ഹലോ ഫ്രണ്ട്സ്, സുനീറാസ് ബാംഗ്ലൂർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സോയ ചങ്ക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നോൺ വെജ് ഷീക്ക് കബാബിൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ: സോയ ചങ്ക്സ് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. പിന്നെ വലിയ ഉള്ളി 1, മല്ലിയില കുറച്ച്, പച്ചമുളക് 6 എണ്ണം, കുരുമുളക് 1/2 സ്പൂണ്. ഇത് രണ്ടും നിങ്ങൾ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഇത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, തക്കാളിയുടെ നീര് 1 ടേബിൾ സ്പൂണ്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കടലമാവ് 3 ടേബിൾ സ്പൂണ്, മൈദ 2 ടേബിൾ സ്പൂണ്, എണ്ണ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിത്തെ വെള്ളം മാറ്റി പച്ചവെള്ളത്തിൽ 2 തവണ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇതിത്തെ വെള്ളം പിഴിഞ്ഞെടുക്കണം. ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടുകയില്ല. ഇപ്പോൾ ഞാൻ എല്ലാ സോയ ചങ്ക്സും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുരുമുളകും പച്ചമുളകും പിന്നെ ഉള്ളിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നല്ല പോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ സോയ ചങ്ക്സും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും തക്കാളിയുടെ നീരും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മൈദയും കടലമാവും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബോളായി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം നമുക്ക് സോയ മസാല ഉണ്ടാക്കിയെടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷീക്ക് കമ്പി ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പപ്പട കമ്പി ഉണ്ടെങ്കിൽ അതും എടുക്കാം. അതുമല്ലെങ്കിൽ ഇതുപോലത്തെ പെൻസിൽ ആയാലും മതി. ഞാൻ നിങ്ങൾക്ക് പെൻസിലിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുപോലെ കുറച്ച് സോയ മസാല എടുത്ത് പെൻസിലിൽ ചുറ്റിയെടുക്കണം. എന്നിട്ട് നല്ല ഷേപ്പാക്കി എടുക്കണം. ഇനി നമുക്ക് പെൻസിലിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം മസാലയും ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ 6 ഷീക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വട ഷേപ്പിലോ ഇല്ലെങ്കിൽ ഇതുപോലെ റൗണ്ടിലോ ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ഷീക്കായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിലേ ഉള്ളിലെല്ലാം നല്ല പോലെ ഫ്രൈ ആയി വരികയുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഷീക്ക് കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ ടൈമിലും അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്